പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ചില നോട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ നോട്ടം മിസ്രയീം സൈന്യം ഇസ്രായേൽ ജനത്തെ നോക്കുന്ന നോട്ടമാണ്. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, നിഗ്രഹിക്കും. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ നോട്ടം പകയുടെ നോട്ടമായിരുന്നു. രണ്ടാമത്തെ നോട്ടം ഇസ്രായേൽ ജനം മിസ്രയീം സൈന്യത്തെ നോക്കിയ നോട്ടമാണ്. അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയും, അവർ ഏറ്റവും ഭയപ്പെട്ടു. അത് ഭയത്തിൻ്റെ നോട്ടമായിരുന്നു. മൂന്നാമത്തെ നോട്ടം ഇസ്രായേൽ ജനം മോശയെ നോക്കിയ നോട്ടമായിരുന്നു. മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൊണ്ടുവന്നത് എന്ന് അവർ മോശയോട് ചോദിക്കുന്നു. അത് പിറുപിറുപ്പിൻ്റെ നോട്ടമായിരുന്നു. എന്നാൽ നാലാമതൊരു നോട്ടം നമുക്ക് കാണുവാൻ കഴിയും. അത് മോശ ദൈവത്തെ നോക്കിയ നോട്ടമാണ്. മോശ ഇപ്രകാരം ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. അത് പ്രത്യാശയുടെ നോട്ടമായിരുന്നു. പകയുടെ നോട്ടങ്ങളെ മാറ്റാം, ഭയത്തിൻ്റെ നോട്ടങ്ങളെ മാറ്റാം, പിറുപിറുപ്പിൻ്റെ നോട്ടങ്ങളെ മാറ്റാം. പ്രത്യാശയുടെ നോട്ടം ദൈവത്തിലേക്ക് നോക്കാം. ഒരു ഭക്തൻ പ്രത്യാശയോടെ ദൈവത്തെ നോക്കിയപ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വേറൊരു നോട്ടം കൂടി കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: പ്രഭാതയാമത്തിൽ യഹോവ മിസ്രയീം സൈന്യത്തെ നോക്കി. അത് മറുപടിയുടെ നോട്ടമായിരുന്നു. അത് വിടുതലിൻ്റെ നോട്ടമായിരുന്നു. പ്രത്യാശയുടെ നോട്ടം ദൈവത്തെങ്കിലേക്ക് ആര് നോക്കുന്നുവോ അവർ വിഷയങ്ങളിലേക്ക് മറുപടിയുടെ നോട്ടം ദൈവത്തിൽ നിന്നും ലഭിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനം 35-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.